അതായത് 9 മണിക്ക് പോയി നോക്കി നോക്കിക്കഴിഞ്ഞ് എനിക്ക് ബെല്ലടിച്ച് മറ്റേ ഇൻഫോമിനെ കൂടി വിളിച്ച് നോക്കി എടുക്കണില്ല. കഴിഞ്ഞ് പോയി ഇപ്പം കൂടുതൽ അവിടെ പോയി കഴിച്ചു. ഞാൻ അറിഞ്ഞ കാര്യമാണ്. അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതുള്ളൂ. പിന്നെ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വാല് കൂട്ടുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. വാല് കൂട്ടുണ്ടെന്ന് ആൾ കുറ്റിയെടുത്ത് നോക്കാൻ അവിടെ നടത്തുക. അതായത് ഇപ്പം നെല്ലുവേന ഉണ്ടായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് അറിയിക്കാനോ എന്തോ അതാണ് കൊണ്ട് കൂട്ടഞ്ഞാൽ സമയം കിട്ടി. എത്ര മണിക്ക് വന്നു ഈ നവാസ്? 6:15 വന്നു. 6:20. 6:20 വന്നിട്ട് പിന്നെ അവൻ കുളിച്ച് ഫ്രഷായി പോകാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് ഫുഡ് വല്ലതും കൊടുത്തായിരുന്നോ? യൂണിറ്റാരാണ് അതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് യാതൊരു കൺട്രോളും പേയ്മെൻറ്റ് തന്നെയാണ്. അതായത് തലേദിവസമാണെങ്കിൽ നമ്മൾ അറിയാനും പോകുന്നില്ല. ഒരു വൈകി രാത്രി വന്ന് ചിലപ്പോൾ 9 മണി 10 മണിയാകുമ്പോൾ കയറണം. നേരം വെളുക്കുമ്പോൾ വെളുപ്പിൽ പോകും. അവർ ഇവിടെ 100 മീറ്റർ ആയാലും. നവാസ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. അതായത് അവർ ഇപ്പം തലേദിവസമാണെങ്കിൽ എന്നെ തന്നെ അവർക്ക് ഷൂട്ടിങ്ങുള്ളതായിരിക്കും. അവരെ മുറി നോക്കേണ്ട കാര്യങ്ങൾ. എത്ര ദിവസമായിട്ട് റൂം എടുത്തത്? അവർ 25 തീയതി വരെ റൂം എടുത്തത്? അല്ലല്ല, ഈ 10 വരെ 4 ദിവസത്തേക്കായിരുന്നു. ഓക്കെ. അതായത് വൈകിട്ട് വന്നത് അങ്ങനെ ഉണ്ടായിട്ട് ഫുഡ് ഈ യൂട്യൂബിലൊന്നും പ്രോഗ്രാമുകളാണ് പോകാനായിട്ട്. അന്ന് അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോയായിരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകാൻ അത് കൂട്ടാൻ വളരെ വൈകിട്ടുണ്ട്. നിങ്ങളൊക്കെ കാര്യങ്ങൾ എനിക്ക് ആ റൂമോടെ ഒന്ന് കാണിച്ചു തരാമോ? ഞങ്ങളിന്ന് പോയി കണ്ടോട്ടെ അത്. വരാനിട്ട് വഴി തന്നു. അപ്പം എന്നാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 8 മണിക്ക് പറ്റുന്നതാണ്. 8 മണി. അവരിവിടെ ഉണ്ട്, യൂണിറ്റുകാർ ഇവിടെ ഉണ്ട്. യൂണിറ്റുകാരില്ല കട്ടൻ മുറിയെന്ന് ആവശ്യമില്ല. അവരറിഞ്ഞ് അവരെന്തെങ്കിലും 10 മിനിറ്റ് കൊണ്ട് വന്നു. അത് 10 അല്ല 9 മിനിറ്റ് കൊണ്ട് അവർ വന്നു. അവർ ആംബുലൻസായിട്ട് വന്നു. എന്നാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പകലുണ്ടായതാണ്. പകലുണ്ടായത് കൊണ്ട് എന്നോട് പോകാനും പറഞ്ഞു. എന്താണെന്ന് ഞാൻ പോയാലും യാതൊരു കുഴപ്പമില്ലാത്ത കാര്യം. അവൻ്റെ അരി എത്തിയിരുന്നു. ഇവിടുന്ന് ഭക്ഷണങ്ങളൊന്നും ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഭക്ഷണം അതല്ലേ? അവർ തന്നെ അവർ കെട്ടിയിട്ട് കൊണ്ടുവരും. മറ്റേ അടുക്കളത്തിലുണ്ട്. ഈ നവാസിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നവാസിൻ്റെ കൂടെ ആസീസ് ഉണ്ടായി, ഉണ്ണിക്കൃഷ്ണൻ ഒക്കെ ക്യാരക്ടറാണ്. കൂടെ വന്നാണോ? കൂടെ വന്നല്ല, അവർക്ക് ഓരോരുത്തർക്ക് ഓരോ റൂമ്. അവരെല്ലാം അടുത്തടുത്ത റൂമിലുണ്ടായിരുന്നോ? അതായത് ഉണ്ണിക്കൃഷ്ണൻ 101-ലായിരുന്നു, മറ്റേ ആഫീസ് 205-ലായിരുന്നു, ഇവൻ 209. ഇവരെല്ലാം ഈ ഷൂട്ടിംഗ് ഫീൽഡിലുള്ളതാണോ? സിനിമയിൽ അഭിനയിക്കുന്ന. അപ്പോൾ ഇവരിത് കണ്ടില്ലേ? ഇതിങ്ങനെയാണ് ഇവർ കാണണേ. ഇവർ പോയില്ലോ. എപ്പോഴാണ് അവർ പോയത്? അവർ 8:20 പോയി. 8:20 ഇവിടുന്ന് പോയി. ഒരാൾ പോയി, ഉണ്ണിക്കൃഷ്ണൻ പോയിട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. 9 മണിക്ക് പോയോ? ഇവിടെ ഉണ്ടായിരുന്നു. ഓൺ സ്പോട്ട്. ഓൺ ദ സ്പോട്ടിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നോ? പുള്ളി കണ്ടില്ലേ ഇത്? ഇങ്ങനെയാണ് കാണണേ. അല്ല, റൂം തുറന്ന് കിടക്കുമായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. വാതിക്കലല്ല കിടന്നത്? അകത്തായിരുന്നു കിടന്നത്. ഈ പ്രയാസം കൂടിയിട്ട് പുറത്തേക്ക് അറിയിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരെ മറ്റവരെ അറിയിക്കാനോ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയായിരുന്നു. ഈ നമ്മുടെ കൈയൊക്കെ പൊട്ടുമ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതാവാം. ബ്ലഡ് ഛർദ്ദിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ല. ഏത് പൊസിഷനാണ് കിടന്നത്? കമന്നാണോ മലന്നാണോ കിടന്നത്? അറിയില്ല. ഈ ബെഡൊക്കെ അലങ്കോലപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവൻ്റെ അതിൻ്റെ നോട്ട് ടൗലുണ്ടായി, സോപ്പുണ്ടായി, ബ്രഷ് ഉണ്ടായി. അതിന് പോകാൻ അവൻ്റെ കാറിവിടെ കഴുകിയിട്ടായിരുന്നു. പോകാനായിട്ട് കാറ് കഴുകിയിട്ടായിരുന്നു. അത് ഈ പിള്ളേർക്ക് കഴിയിച്ചില്ല. ഞാൻ ഈ ആളെ കണ്ടിട്ടുമില്ല. ഇവിടെ വന്ന സമയത്ത് ഹാപ്പി ആയിരുന്നാണോ പറഞ്ഞു കേട്ടത്? പിന്നെ അവൻ എന്നെ തന്നെ ആ കടം തീർക്കാൻ വേണ്ടി അവൻ അത്രയും നേരം നിന്നത്. ഇന്ന് അവൻ പൊട്ടാനുള്ളതാണ്. അതായത് യു കെയിൽ ഈ ഓണം റെസ്റ്റോറൻറ്റിൽ എന്ന പരിപാടിക്ക് ഇവരാണ് ആ നോട്ടീസുകാരെ അടിച്ചായിരുന്നു. ഇവിടെ വന്നാൽ നിങ്ങളോടൊക്കെ മിണ്ടാറുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല, വേറെ സ്റ്റാഫിനോടൊക്കെ മിണ്ടാറുണ്ടായിരുന്നോ? സ്റ്റാഫിനോട് എന്തെങ്കിലും ഇവർ കാർട്ടൊന്നും കാപ്പലുകൾ കഴിക്കും, കാപ്പൽ കഴിക്കും. അപ്പോൾ എനിക്ക് 3 റൂം സർവീസ് ചെയ്ത് തന്നു. അത്ര പോകും. അതായത് ബെഡ്ഷീറ്റ് മാറണമല്ലോ.
അന്ന് തന്നെയാണ് ഈ മരിച്ച അന്ന് തന്നെയാണ് ഇവിടെ റൂമിൽ വന്ന് റൂം എടുത്തത്. ഞാൻ പറഞ്ഞത് 25-ാം തീയതി എടുത്താണ്. 25-ാം തീയതി, ജൂൺ 25-ാം തീയതി. ആ ഹാ. 10-ാം തീയതി വരെ എടുത്തു. 1-ാം തീയതി അല്ല, ആ 2 ദിവസത്തായി. 4-ാം തീയതി ഇന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ഇപ്പം പറ്റില്ല, ഞാൻ യുകെക്ക് പോകും. ബാക്കിയുള്ളവർ കുറേ ഷോട്ട് തീരാറുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ അല്ല, കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ എൻ്റെ ഫാദറായിട്ടാണ് മറ്റൊരു മോളൊന്നും ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. എനിക്കൊന്നും അങ്ങനെ സിനിമ കാണാറില്ല. ആളായിക്കൊണ്ട് എനിക്ക് പറ്റി അറിയാൻ പറഞ്ഞു പോയാൽ അങ്ങനെ അടിക്കാൻ കിടന്നു വന്നു. അത്രേ വേറെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ആ റൂമിൽ നിന്ന് പോയി കാണട്ടെ. ആ പേര് എല്ലാവർക്കും നമസ്കാരം. വൃന്ദാവൻ ഹോട്ടലിലാണ് നവാസ് അവസാനമായി താമസിച്ചു എന്ന് പറഞ്ഞ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ റൂമിൻ്റെ ഏരിയയല്ലേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ റൂം നമുക്കൊന്ന് കാണാം. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. 209-ാമത്തെ റൂമിലാണ് നവാസ് അവസാനമായി അന്ത്യവിശ്രമം കൊണ്ടത്. ഇവിടെ വെച്ചാണ് അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുന്നത്. ഇവിടെ വന്ന സമയത്തെല്ലാം നവാസ് വളരെയധികം ഹാപ്പി ആയിരുന്നു എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്.
പ്രിയരെ, 209ാമത്തെ റൂമിലാണ് നവാസ് അവസാനമായി താമസിച്ചത്. ഈ റൂമിൽ വെച്ചാണ് നവാസ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറയപ്പെടുന്നത്. ഇവിടെ വെച്ച് ചങ്കിരിവേദനയുണ്ടായി, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സമയത്ത് ജീവനുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയാണോ ആത്മാവ് നവാസിനെ വിട്ടു പോകാനായിട്ട് തയ്യാറായ, ജീവിതത്തോട് മല്ലടിച്ച് അവസാന നിമിഷങ്ങൾ എണ്ണിപ്പറഞ്ഞ് ജീവന് വേണ്ടി മല്ലടിച്ച് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട് മല്ലയുദ്ധം നടത്തിയ റൂമിൻ്റെ ഫ്രണ്ടിലാണ്. 209 റൂമിലാണ്. ഇവിടെ ആരൊക്കെ ഇവിടെ ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ വെച്ച്, ഈ റൂമിനകത്ത് വെച്ച് നവാസ് തൻ്റെ ഉറ്റവരെയും ഉടയരെയും എല്ലാം വിളിച്ച് സ്വന്തം ഭാര്യനെയും മക്കളെയെല്ലാം ആ സമയത്ത് ആഗ്രഹിച്ച് കാണുമായിരിക്കും. തനിക്ക് എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും ജീവിതം മുന്നോട്ട് പോകണം എന്നും ആ സമയത്ത് നവാസ് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. എന്താണേലും എല്ലാവരുടെയും വളരെയധികം ഇഷ്ട താരമായിരുന്നു നവാസ്. നവാസിൻ്റെ പല ചിത്രങ്ങളും കോമഡി പ്രോഗ്രാമും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെയധികം സന്തോഷവാനായിട്ടായിരുന്നു ഈ നവാസ് കഴിഞ്ഞിരുന്നത് എന്നാണ് അറിഞ്ഞത്. നവാസ് വളരെ സന്തോഷവാനായിട്ടാണ് ഈ വൃന്ദാവൻ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് കയറി വന്നത്. കാറ് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണേലും എന്തുകൊണ്ടാണ് നവാസ് മരണപ്പെട്ടത് എന്നുള്ള കാര്യത്തിൻ്റെ വളരെ ദുസ്സൂഹമായ പല കാരണങ്ങളും നമുക്ക് വെളിവായിട്ടുണ്ട്. പ്രിയരെ, ഇവിടെ നിന്ന് തൊട്ട് താഴേക്ക് നോക്കുമ്പോൾ അവിടെ നവാസിൻ്റെ വണ്ടി ഇട്ടിരിക്കുന്ന കാണാം എന്നായിരുന്നു പറഞ്ഞത്. കാരണം ഈ വിൻഡോ കഴിഞ്ഞ് പുറത്തായിട്ടായിരുന്നു നവാസ് തൻ്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. നവാസ് പോകാനായിട്ട് വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ തൊട്ട് താഴെ ഈ റോഡിനോട് ചേർന്നുള്ള ഈ വൃന്ദാവൻ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിരുന്നു നവാസ് വണ്ടി ഇട്ടിരുന്നത്. പിന്നെ പ്രിയരെ, ഇവിടെ ഒരു CC ക്യാമറ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവിടുന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആംഗിളിൽ ഇവിടെ കൃത്യം നവാസിൻ്റെ റൂമിൻ്റെ തൊട്ടു ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു CC ക്യാമറയുണ്ട്. തൊട്ടപ്പുറം 208 റൂമാണ്, ഇവിടെ 210. അപ്പോൾ 2 ക്യാമറ, 1, 2, അപ്പോൾ 3 ക്യാമറയ്ക്ക് ഫേസ് ചെയ്തതിന് ശേഷമാണ് നവാസ് ഈ 209 എന്ന റൂമിലേക്ക് വന്നത്. ഇവിടെയും ഇത് ഒരു ക്യാമറയാണ്, ഇത് 3ാമത്തെ ക്യാമറയാണ്, താഴെയുണ്ട്. അതായത് നവാസ് ഈ ക്യാമറയെല്ലാം, ഈ നവാസ് അവസാനമായി ഈ ക്യാമറയ്ക്കെല്ലാം ഫേസ് ചെയ്തുകൊണ്ടാണ് തൻ്റെ റൂമിലേക്ക് കടന്നു പോയത്. ഫുഡ് കാര്യങ്ങളൊക്കെ നവാസ് ഇവിടുന്ന് ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്തു നിന്നാണ് ഫുഡ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഹോട്ടലായിട്ട് എന്തുകൊണ്ട് ഇവിടുന്ന് ഫുഡ് അറേഞ്ച് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. എന്താണേലും വളരെയധികം ദുരൂഹതകൾ ഇവിടെ നിഴലിക്കുന്നതായിട്ട് നമുക്ക് സ്പഷ്ടമാകുകയാണ്. നവാസ് ഉടുത്തിരുന്ന ഒരു ടർക്കിയാണെന്ന് തോന്നുന്നു, അത് ഈ റൂമിനുള്ളിൽ നമ്മൾ കണ്ടു. അതുകൂടാതെ ബ്ലഡിൻ്റെ പാടുകൾക്ക് സമാനമായ ഒരു കറ പൂണ്ട, അതായത് ബ്ലഡ് കറ പോലെ തോന്നിക്കുന്ന ടൈൽസിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന, പശമയോടുകൂടി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഏതാനും സ്പോട്ടുകൾ നമ്മൾ ഈ ക്യാമറയിൽ നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ എന്താണ് നവാസിന് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ, അപ്പോൾ അറ്റാക്ക് വന്നപ്പോൾ അതിൽ നിന്ന് ബ്ലഡ് ഒമിറ്റ് ചെയ്താണോ എന്നുള്ള ഡൗട്ട് നമുക്ക് അവശേഷിക്കുന്നുണ്ട്. അതായത് ചങ്കിന് വേദന അനുഭവപ്പെട്ടപ്പോൾ ഒമിറ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പിടിവലിയിലോ എന്തെങ്കിലും ആക്രമണങ്ങൾക്ക് ഇരയായതാണോ എന്നുള്ള കാര്യങ്ങൾ. 209 റൂമിനോട് ചേർന്ന് തന്നെ നവാസിൻ്റെ 2 കൂട്ടുകാർ കൂടി റൂം എടുത്തിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ആ സമയത്ത് ഇല്ലാതെ വന്നത്? ഒരാൾ ആ സമയത്ത് തൊട്ടപ്പുറത്തെ റൂമിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ക്ലാരിഫൈ ഒന്നുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 റൂമിൽ ഇവിടെ എന്തെങ്കിലും ഒച്ചപ്പോലെ, പ്രത്യേകിച്ച് റൂമാകുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിവിടെ സംസാരിക്കുമ്പോൾ തന്നെ നല്ല എക്കോ കാര്യങ്ങളൊക്കെ വന്നുണ്ട്. ആരെങ്കിലും സഹായത്തിന് ഓടി വരണമെന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ടപ്പോൾ എന്തുകൊണ്ട് കൂട്ടുകാരും ഇങ്ങോട്ട് വന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വളരെയധികം ദുസൂചനകളാണ് തരുന്നത്. 3/4 മണിക്കൂർ 45 മിനിറ്റോളം ബോധം കെട്ട് ഈ റൂമിൽ കിടന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ ബെഡെല്ലാം അലവങ്കോലപ്പെട്ട് കിടക്കുകയാണ്. എന്ത് കാരണം കൊണ്ടാണ് നവാസിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? വളരെ ഒച്ചയിൽ ഒന്ന് അലമുറയിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പ്രദേശം, ഈ റൂമിൻ്റെ ഈ നിലയിലുള്ള എല്ലാ ആൾക്കാരും അറിയാനായിട്ട് സാധ്യതയുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വളരെയധികം നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. നവാസിൻ്റെ അവസാന കാലഘട്ടം എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ
വളരെയധികം ദുരൂഹതകളുണ്ട്. കൂട്ടുകാർ ഈ സമയത്ത് അറിഞ്ഞില്ലേ, എന്താണേലും ഈ ഡോറ് തുറക്കാനായിട്ട് ഈ ഡോറ് തുറന്ന് കിടന്നെന്നാണ് പറഞ്ഞത്. ഈ ഡോറ് ഇത് തുറക്കാനായിട്ട് എന്താണേലും ഈ കുറ്റി താഴേക്ക് താഴ്ത്തിയ ഡോറ് തുറക്കാനായിട്ട് വളരെ എളുപ്പവും കാര്യങ്ങളൊക്കെയാണ്. എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നു? ഇവിടെ നമ്മുടെ ഹോട്ടലാണത്? നമ്മുടെയാണെങ്കിൽ ഞാൻ ജോലിക്കാരനാവുമല്ലോ. ആഹാ. ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോയോ? എല്ലാവരും പോയല്ലേ? 101 മുറിയിലാണ് അല്ലേ? 101 മുറിയിൽ വേറൊരാളായിരുന്നു കിടന്നത്. അതാ മുറി അല്ലേ? ഓക്കെ. ആഹാ. മറ്റേ വേറെ ഒരാളോടെയോ? മറ്റേ ആള് നവാസ് ഇതേ മോഡൽ തന്നെ മുറിയല്ല. അതല്ലേ? ആ പുള്ളി എത്രാമത്തെ റൂമിലായിരുന്നു? ആ പുള്ളി 205. 205. ആ നില തന്നെ അല്ലേ? മുകളിൽ തന്നെ. ആഹാ. നവാസിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരാൾ ഈ 101-ാമത്തെ റൂമിലാണ്. ഈ 101 റൂമിൽ ആര് താമസിച്ചാരാ? ഉണ്ണികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണനാണോ? അതല്ലേ? നവാസിൻ്റെ ഫ്രണ്ടായിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ഈ 101-ാമത്തെ റൂമിലാണ് താമസിച്ചതെന്നാണ് ഇവിടുത്തെ മാനേജർ പറഞ്ഞത്. ചേട്ടാ, മറ്റേ ആൾ ഏത് റൂമിലായിരുന്നു ചേട്ടാ താമസിച്ചത്? 205. ആ പുള്ളിയുടെ പേരെങ്ങനെയാ? അസീസ് എന്ന് പറഞ്ഞയാൾ 205-ാമത്തെ റൂമിലാണ് താമസിച്ചത്. ആ കയറി വരുമ്പോൾ കാണുന്നതല്ലേ? ആ സ്റ്റെയർ കയറി വന്നതല്ലേ? അതെ. അസീസ് എന്ന് പറഞ്ഞ ആൾ നമ്മൾ ആ സ്റ്റെയർ കയറി വന്നപ്പോൾ 200 നവാസ് 209 അല്ലേ? ആ ചേട്ടാ, ആ സമയത്ത് ഉണ്ടായിരുന്നു ചേട്ടാ? ഞാൻ എറണാകുളത്ത് പോയിട്ട് തിരികെ വന്നു. ഇവരടുത്ത് സംസാരിച്ചിട്ട് മുകളിൽ പോയി TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത്. പുറത്തിറങ്ങി വന്നപ്പോഴാണ് അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയത്. ആ സമയത്ത് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നോ? അല്ല, ഞാൻ ഹോട്ടലിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സംഭവം നടക്കുമ്പോഴൊന്നും ഞാൻ അവിടെ ഇല്ല. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് റൂമിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരം ചേട്ടൻ എവിടെയായിരുന്നു ആ സമയത്ത്? ഞാൻ റൂമിലായിരുന്നു. എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ TV സ്ക്രോൾ വന്നപ്പോഴായത് കണ്ടത്. ചോട്ടാനിക്കര ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞപ്പോൾ പുറത്തിറങ്ങി. ചേട്ടൻ ഇവിടെ താമസക്കാരനാണോ? ഇവിടെ റൂം എടുത്ത് താമസിക്കുന്ന ആളാണോ? ഇവിടുത്തെ ജോലിക്കാരനല്ല? അല്ലല്ല. വീട് എവിടെയാ? എൻ്റെ വീട് ഇവിടെ തന്നെയാ അല്ലേ? പേരെങ്ങനെയാ? ലാൽജിത്ത്. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ബയോമെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. നവാസിൻ്റെ വണ്ടി ആ സമയത്ത് ഇവിടെ കിടപ്പുണ്ടായിരുന്നോ? ഈ പറഞ്ഞ ഈ TV കണ്ട സമയത്ത്, സ്കോൾ ചെയ്ത സമയത്ത് നവാസിൻ്റെ വണ്ടി? എനിക്കറിയത്തില്ല അവർ ഏത് വണ്ടിയിലാണ്. നമ്മൾ നോക്കാറില്ല ഏത് വണ്ടിയിലാണ് വരുന്നത്, എന്താ ചെയ്യുന്നത്. അവർ ഷൂട്ടിന് പോകുന്നു, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞ് നവാസ് റൂമിൽ താമസിച്ച സമയത്ത് ചേട്ടൻ ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു? ഹോട്ടലുണ്ടായിരുന്നു. അതിനുശേഷം TV വന്ന് വാർത്ത വന്നപ്പോഴാണ് ചേട്ടൻ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പം ഈ TV വാർത്ത വന്നപ്പോൾ സമയം എത്രയായി? അങ്ങനെ സമയം ഞാൻ നോക്കുന്നില്ല. ഏകദേശം സമയമോ? ഞാൻ പുറത്തിറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ കൊണ്ടുപോയെന്നറിയാം. ഏതാണ്ട് 9-9:30 കൊണ്ടായി. അറിയത്തില്ല, കൃത്യമായിട്ട് അറിയത്തില്ല. സമയം നോക്കുന്നില്ല. രാത്രിയായി. ഒരു 9 മണിയായി. ഇപ്പം നവാസ് മരണപ്പെട്ടു എന്ന് പറയുന്ന സമയം 8 മണിയല്ലേ? ആ, 9:15 കൊണ്ടുപോയത്. അപ്പം TV എവിടെ വാർത്ത വന്നേ? ഏകദേശം ആ സമയം 9 ഒക്കെ ആയപ്പോഴാണ് തോന്നുന്നു എനിക്ക് അവിടെ സ്ക്രോൾ ചെയ്യുന്നതായിട്ട്. ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്നത്. 9:30-ക്കാണ് TV വന്നത്. 9 മണിക്കാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ഇവിടുന്ന് 9:15 കൊണ്ടുപോയത്. അപ്പോൾ ഈ വീണ് കിടന്നത് എപ്പോഴാണ് കണ്ടത്? വീണ് കിടന്ന ടൈമാ? 9. ആരാ ഫസ്റ്റ് എയ്ഡ് കൊടുത്തേ? ഫിലിമിൻ്റെ ആൾക്കാർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്തായിരുന്നോ ഹോസ്പിറ്റലിൽ കൊണ്ടാതെ? ഇവിടുന്ന് എത്ര ദൂരം അകലെയാണ് ഈ ഫിലിമിൻ്റെ ആൾക്കാർ താമസിക്കുന്നത്? 100 മീറ്റർ.
ഈ ഇത് നടക്കുന്ന സ്ഥലം 100 മീറ്ററുള്ളൂ, 120 മീറ്ററുള്ളൂ. അതെ അല്ലേ? അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട വന്നാൽ വെയിറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല. അവർ ആംബുലൻസുമായിട്ടാണ് വന്നത്. അവർ ആംബുലൻസുമായിട്ടാണ് വന്നേ? അവർ പകൽ ഈ സംഗതി ഉണ്ടായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ വീടെടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ആംബുലൻസ് കൊണ്ടുവരാൻ ഓ, അതായത് പകല് അവർ വന്നത് ആംബുലൻസ് വന്നു. അവർ ഈ പകല് സംഭവം ഉണ്ടായ കാരണം അവർ ഓൾറെഡി ആംബുലൻസ് അവർ കരുതിയിട്ടുണ്ടായിരുന്നു. അവരെ വിളിച്ചേ ആ. അവർ മോളിൽ കയറി ഫസ്റ്റ് എയ്ഡ് എടുക്കുന്ന ആംബുലൻസ് വന്നു. 1 മിനിറ്റ് കൊണ്ട് കൊണ്ടുപോകും. 1 മിനിറ്റ് കൊണ്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ഓൾറെഡി ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ചങ്കിരിവേദന ഉണ്ടാവുന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ അറിയാം? ഈ ഹോട്ടൽ ഇവിടെ തൊട്ടടുത്തുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ തയ്യാറാത്തത്? അവർ 10-60 പേരുള്ളതല്ലേ. അവർ സെപ്പറേറ്റ് കെറ്റിലുണ്ടാവും, കെറ്റിൽ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യും. വേറെ ചായ ഒന്നും ഇവിടുന്ന് ഇവിടെ നിന്ന് സാധനം ഒരിക്കലും അങ്ങനെ കഴിക്കാറില്ല ഫിലിമിൻ്റെ ആൾക്കാർ. അവിടെ അവർ കെറ്റിൽ നമ്മുടെ സ്റ്റെപ്പ് ചെയ്യും. കൊണ്ടുവരും. അവർ കൊടുക്കും. അത് കാഴ്ച കൊണ്ടു ഇവിടെ കാഴ്ച ഒക്കെ ഇല്ല. കാഴ്ച അവിടെ സൈറ്റിൽ ചെന്നിട്ടാണ്. അതെ അല്ലേ? വൈകുന്നേരം മാത്രമാണ് അത് കൊണ്ടുവന്നത്. ചിലപ്പോൾ അവർ ഇവിടെ കുളിക്കുന്നു, ഇവിടെ ബാത്ത് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു എന്നല്ലാതെ ഇവിടെ വേറെ ഒന്നും പരിപാടിയൊന്നും ഇവിടെ ഷൂട്ടിംഗ് ഒന്നും ഇല്ലല്ലോ. അവിടെ ഷൂട്ടിംഗ് അവിടെ മിനറൽ വാട്ടറൊക്കെ ഇവിടുന്നാണോ കുടിക്കുന്നത്? അതൊക്കെ അവരുടെ അതെയോ? അവിടെ 4-5 കുപ്പി ഇരിക്കുന്നത് കണ്ടു. അത് അവരുടെയാണ്. അതെ, അവിടെ ടർക്കി കിടക്കുന്ന കണ്ടു. അത് എനിക്കറിയില്ല. ഞാൻ അങ്ങ് പോയില്ല. അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ആ റൂമിൽ അന്നത്തെ ദിവസം ഒരു ടർക്കി കണ്ടായിരുന്നു. ഇപ്പോഴും ആ ടർക്കി ഇപ്പോഴും കിടപ്പുണ്ട്. ടർക്കി അവിടെ എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റൂമിൽ നിന്ന് വരെ ടർക്കി കൊടുക്കും. ടർക്കി അതൊരു ചെളി പിടിച്ചൊരു ടർക്കി നിലത്ത് കിടപ്പുണ്ടായിരുന്നു. എന്തോ ചവിട്ടി കാല് തുടയ്ക്കാനായിട്ട്. എല്ലാ റൂമിൽ കൂടെ അങ്ങനത്തെ ചവിട്ടി ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ നനഞ്ഞു പെറുക്കി കിടക്കുന്നത്. ആ ടർക്കി കുളിക്കാൻ ഉപയോഗിക്കുമോ? കുളിക്കാൻ ഉപയോഗിക്കുന്ന ടർക്കിയാണ്. ഇപ്പോൾ തറയിലൊരു കറ പിടിച്ച പോലെ ഒരു പാട് കാണുന്നുണ്ട്. അത് എന്തെങ്കിലും ഒമിറ്റ് ചെയ്തതാണോ? ഒരു രക്തക്കറ പോലെ കിടപ്പുണ്ട്. അത് ജസ്റ്റ് വരാൻ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. അത് സംഭവം ആ ഡോറ് തുറന്ന് കിടക്കുക. ഒന്ന് വരാമോ എന്നാ? കാരണം ഒരു ടൈൽസേലൊരു രക്തക്കറ പോലെ കിടപ്പുണ്ട്, കറ പിടിച്ച് കിടപ്പുണ്ട്. ഞങ്ങൾ കയറിയില്ല. റൂമിനെ പുറത്ത് നിന്ന് ഞങ്ങൾ കണ്ടതുള്ളൂ. ആ ആ ആ ഇപ്പം ഇത്ര നാളായിട്ട് ഫിംഗർ പ്രിൻ്റ് ഒന്നും എടുത്തില്ലേ? എന്തോ 2-ാം തീയതി എടുത്തതല്ലേ? ഫോട്ടോ മുറിക്കാതെ കയറി. ആ ആ അവരെ സാന്നിധ്യത്തിൽ. ആ ആരാന്നറിയാവോ? അത് അറിയില്ല. ധാരാളം പേര് വരുന്നുണ്ടല്ലേ? ഇവിടെ ഡബിൾ റൂമായിട്ട് അങ്ങനെ എടുക്കാറില്ലേ? ഓരോരുത്തർ സെപ്പറേറ്റ് ആണോ റൂം എടുക്കുന്നത്? കൊടുക്കുന്നത് കൂട്ടുകാർ കൂടി അങ്ങനെ ഡബിൾ റൂമായിട്ട് ഇങ്ങനെ എടുക്കാറില്ല. അങ്ങനെ എടുക്കാറില്ല. ആ ഈ നവാസിൻ്റെ കാർ എവിടെയായിട്ടാണ് കിടന്നത്? ഈ മരത്തിൻ്റെ വീട്ടിൽ. അതായത് നവാസ് അപ്സ്റ്റെയറിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കാർ കാണാനായിട്ട് പറ്റും അല്ലേ? ആ ചില്ലിൻ്റെ അകത്തോടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അല്ലേ? ഏത് കളറുള്ള കാറായിരുന്നു അന്ന് ഉപയോഗിച്ചത്? വെള്ള കളറുള്ള കാറായിരുന്നു അല്ലേ? ആ ആരാ കൊണ്ടത്? ആലപ്പുഴ രജിസ്ട്രേഷൻ ആയിരുന്നു. KL5 അല്ലേ? കളറിനായിരുന്നു കാറിൻ്റെ? വെള്ള കാറായിരുന്നു അല്ലേ? മഹേന്ദ്രയുടെ വണ്ടിയായിരുന്നു. ഓക്കെ ഓക്കെ. ഈ റൂം എടുത്തത് നവാസ് തന്നെയാണോ റൂം എടുത്തത്? ആ ആ ഫിലിം ഡയറക്ടറാണ് എടുത്തത്. ഈ ഫിലിമിൻ്റെ ഏത് ഫിലിം ഏതായിരുന്നു അറിയത്തില്ല. കമ്പനി എന്നല്ലേ ഫിലിമിൻ്റെ പേര് അല്ലേ? ആ സിനിമ കാണാറില്ല. എന്തോ ചേട്ടാ? അതെ ചേട്ടാ, ഒരു കാര്യം കൂടി അറിയാനുള്ള ആഗ്രഹം കാരണം ചോദിക്കുകയാണ്. ഈ നവാസ് ഈ ഹോട്ടലിലേക്ക് കടന്നു വന്നപ്പോൾ സന്തോഷവാനായിരുന്നോ? പിന്നെ
അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്, നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. പുള്ളി കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഇത് ഞാൻ പറഞ്ഞറിഞ്ഞത് അങ്ങനെയാണ്, എല്ലാ ഒരു കുഴപ്പമില്ലാതെ. അതായത് ഞങ്ങൾ അറിയാമെന്നറിയാമോ, ഇവര് രണ്ടായി കഴിഞ്ഞാൽ കാപ്പയല്ല പൈപ്പിൻ്റെ മനോരമ പറഞ്ഞേക്കണാണ്. ഇങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. 5 മണിയാകുമ്പോൾ തീരും, അവരിത് പോകണ്ട, അതുകൊണ്ട് നമ്മൾ അതിനെ പോകാണ്ടില്ല. നെഞ്ചരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പകല് ഉണ്ടായിരുന്നാണോ പറഞ്ഞേ? 11 മണിക്ക്. അങ്ങനെ അവര് തന്നെ പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല, അടുത്തിട്ടില്ല. ഇവിടെ ഈ റൂം എടുത്ത സമയത്ത് അല്ലെങ്കിൽ റൂമിലേക്ക് കയറിപ്പോയ സമയത്തൊക്കെ ഉന്മേഷവാനായിട്ടാണോ കയറിപ്പോയത്? ആരൊക്കെ? ഇവിടുന്ന് കയറി തന്നെ CCTVക്കകത്ത് കണ്ടത്. എന്തോ കണ്ടതല്ലേ? അപ്പോൾ അവർ രണ്ടുപേരെ കൂട്ടുകൂടി മുകളിലേക്ക് പോയി. ഈ അസീസ് മുകളിലാണ് റൂം എടുത്ത് കിടന്നത്. ആ ആ താഴെ കടന്നു പോയത്. ആ സമയം ഏകദേശം എത്ര മണിയാവും മുകളിലേക്ക് കടന്നു പോയത്? 6:15 കഴിഞ്ഞപ്പം മുകളിലേക്ക് കടന്നുപോയി. 6:17 മുകളിലേക്ക് കടന്നുപോയി. 9 മണിയായപ്പോൾ ഓക്കെ 6:17 മുകളിലേക്ക് കടന്നുപോയി. 1-ാം തീയതി വെള്ളിയാഴ്ച 6:17 ഈ സ്റ്റെപ്പ് കയറി, ഈ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. പിന്നെ ഒന്നും അറിയത്തില്ല. വേറെ ഒരു കാര്യങ്ങളും ഇങ്ങോട്ട് ഫോൺ വിളിച്ചൊന്നും ചോദിച്ചില്ല. വേണ്ട ഒന്ന് റൂം ക്ലീൻ ചെയ്യാനായിട്ട് വല്ലോ ആ സമയത്ത് വല്ലോ ഇവിടുന്ന് ആരെങ്കിലും? ആവശ്യമില്ല. ആ ഇവിടുന്ന് ഈ സ്റ്റെയർ കയറി ചെല്ലുന്ന വഴിക്ക് 3 ക്യാമറ കാണുന്നുണ്ട്. എല്ലാ ക്യാമറയും വർക്കിങ്ങാണ് അല്ലേ? അതിനുശേഷം ഈ മരണപ്പെട്ടു അല്ലെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് ചങ്കിന് വേദന വന്നു എന്ന് പറഞ്ഞ ടൈം എപ്പോഴാണ് നമ്മൾ അറിഞ്ഞ സമയം? എന്തോ പിറ്റേ ദിവസമാണ് അറിയുന്നത്. അതല്ല 6:17 സ്റ്റെയർ കേസ് കയറി പോയി. ആ അതിനുശേഷം ഈ ബുദ്ധിമുട്ട് മേലായിക ഉണ്ടായി എന്ന് ഏത് സമയത്ത് അറിഞ്ഞത്? അല്ലാതെ അതല്ല ചോദിച്ചു. ഇവിടെ വണ്ടി വിളിച്ച് കൊണ്ട് പോയി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ വണ്ടി വിളിച്ച് പോയി എന്ന് പറഞ്ഞ സമയം എപ്പോഴാണ് ഇവിടുന്ന്? അതാ ചോദിച്ചത്. അന്ന് തന്നെയാണല്ലോ, ഈ 1-ാം തീയതി തന്നെയാണല്ലോ ഈ വണ്ടി വിളിച്ച് പോയത്. അപ്പോൾ അന്നേരം അറിഞ്ഞില്ലേ? ആ സമയത്ത് അറിഞ്ഞില്ലേ ഇവിടുന്ന്? വീട്ടിൽ കിടക്കുന്ന ആള് അതല്ല, അത് ആദ്യം പറഞ്ഞു 6:17 ക്യാമറയെ കണ്ടു എന്ന് പറഞ്ഞു. മിനിങ്ങാന്ന് കണ്ടു. ഇറങ്ങിപ്പോയ സമയം അറിയാം. അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയം അറിയാവോ? അതാ ഞാൻ ചോദിച്ചത്. ആ ടൈം ഞാൻ ചോദിച്ചത്. 9:15 9:16 അല്ലേ? ഓക്കെ. അപ്പം ഇവിടെ പറഞ്ഞു ഒരു 9:30 ആകുമ്പോഴത്തേക്കും TV കൂടെയൊക്കെ വാർത്തകളായിട്ട് വന്നു അല്ലേ? സ്കൂൾ ചെയ്ത് എവിടെ ഇരുന്ന് ആ TV റൂം നമ്മുടെ റൂമിലിരുന്ന്. ഏതാ റൂം നമ്പർ? എത്രയാ? 201 അല്ലേ? ഓക്കെ ഓക്കെ. താങ്ക് യു ചേട്ടാ, അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒത്തിരി. തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ആ ഓക്കെ, താങ്ക് യു ചേട്ടാ. ഒരു മിനിറ്റ്. എങ്ങനെയാ? ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ രണ്ടുപേരും കൂടി മുക്കുവരുമ്പോൾ ഈ സ്റ്റെപ്പ് കയറി വല്ല ഒരു ഇനോവ കാറിനാണ് വന്നത്. ഇനോവ കാറിനാണ് രണ്ടുപേരുടെ വന്നത് 6:17 ആയപ്പോൾ. അവരുടെ വണ്ടിയാണ്, ഫിലിംകാരുടെ വണ്ടിയാണ്. നവാസിന്റെ വണ്ടി ഓടിച്ചല്ലേ വന്നേ? അപ്പം നവാസിന്റെ വണ്ടി നേരത്തെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫിലിംകാരുടെ വണ്ടിക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ പ്രായമുള്ള ഒരാൾ നവാസിന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ആ ആളിപ്പോൾ ഇവിടെ റൂമിലുണ്ടായിരുന്നോ താഴെ? 9 മണിക്കാണ് വന്നേ. ആ പുള്ളിയുടെ പേര് ഉണ്ണികൃഷ്ണൻ. നവാസിന്റെ കൂടെ ഉള്ള ആളുടെ പേര്
നവാസിന്റെ കൂടെ ആരുമില്ല. അല്ല മുട്ടിയുരുമി മുകളിൽ കയറിപ്പോയത് അത് അസീസ്. ഈ അസീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് കൂടെ ഉണ്ടായിരുന്നോ? 8:20 അസീസ് പോയി. 8 മണിക്ക് അവർ ചെക്കൗട്ടാന്ന് പറഞ്ഞാലേ ചിലപ്പോൾ എന്നാണെങ്കിൽ ഈ കൃഷ്ണന്മാർ മാത്രം അവിടെ. ഈ അസീസ് എവിടെ താമസിക്കുന്നേ? അത് അറിയത്തില്ല. നാട്ടുകാരനാണോ എവിടത്തുകാരനാണോ എനിക്കറിയില്ല. സിനിമ ഫീൽഡിലുള്ള ആളാണോ? സിനിമ നടനല്ലേ? സിനിമ നടനാണ് അസീസ്. അസീസ് 3 പേര് നടന്മാരാ. ഈ അസീസ് തന്നെ നേരത്തെ പോയത് റൂം വെക്കേറ്റ് ചെയ്താണ് പോയത്. റൂം വെക്കേറ്റ് 8 മണിക്ക് പോകണമെന്ന് പറഞ്ഞാണല്ലോ. അവരുടെ വണ്ടി വന്നാൽ കൊണ്ടുപോയേ. അസീസ് പോയത് അവന്റെ വണ്ടിക്കല്ല. അതാ ഇന്നോവ കാർ തന്നെയാണ് അസീസ് പോയത്. അസീസ് പോയത് എനിക്ക് ഏത് വണ്ടിക്കാണ് എനിക്കറിയാം. ഇന്നോവയിലാണ്. അതല്ലേ ഇന്നോവയില് അസീസ് പോകുന്നത് കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? പുള്ളി തന്നെയാണോ ഡ്രൈവ് ചെയ്ത് പോയത്? അല്ലല്ല, വേറെ ഡ്രൈവർ ഉണ്ടായിരുന്നല്ലേ? ബാഗൊക്കെ തൂക്കി പിടിച്ചോണ്ടാണോ പോയത്? പുള്ളിക്ക് വേറെ കാര്യങ്ങൾ കാണും. കഴിഞ്ഞു. അത് തന്നെ, പുള്ളിയുടെ ഷൂട്ട് കഴിഞ്ഞു അവർ പോയതായിരിക്കും. ചെക്കൗട്ടല്ലോ. ഓക്കെ താങ്ക് യു ചേട്ടാ. താങ്ക് യു. അതെ. ഈ അസീസ് എന്നാ വന്നേ ഇവിടെ? ഒറ്റ ദിവസം വന്നേ. 25-ാം തീയതി വന്നേ. 25-ാം തീയതി അസീസ് 10 രണ്ട് ടൈമിനാണ് വന്നേ. ഓക്കെ താങ്ക് യു. പ്രിയരെ, നമ്മൾ വൃന്ദാവനം ഹോട്ടലിൽ ഇവിടുത്തെ പേരെങ്ങനെയാ ചേട്ടാ? പേരെങ്ങനെയാ? പേരോടൊന്ന് പറയട്ടാ എന്താണല്ലേ? കുര്യാഞ്ചേട്ടന് ഒത്തിരി കാര്യങ്ങൾ ഈ നവാസിനെ കുറിച്ച് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ചേട്ടൻ്റെ പേരെങ്ങനെയാട്ടാ? അതുപോലെ തന്നെ ലാലിയേട്ടനും അറിയാവുന്ന കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഒരു മനസാക്ഷി കുത്തില്ലാതെ രണ്ടുപേരും കാര്യങ്ങൾ പറഞ്ഞു തന്നു. അടുത്ത ഷൂട്ടിംഗ് നടന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പ്രിയരെ, ഈ കാണുന്ന ഈ സ്ഥലത്താണ് നവാസ് അവസാനമായിട്ട് തൻ്റെ വണ്ടി ഇട്ടിരുന്നതെന്നാണ് പറയുന്നത്. ഈ വഴിയാണ്, അതായത് 6:17 ഒരു 6:15 കൂടിയാണ് നവാസ് തൻ്റെ കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് ഈ വഴി ഇങ്ങനെ നടന്ന് ഈ വഴി ഇങ്ങനെ ഹോട്ടലിലേക്ക്, ഇതാണ് എൻട്രൻസ്. ഇവിടെ പുഷ് ചെയ്ത് ഇതിന് ശേഷം നേരെ ഇതിലെ സ്റ്റെയർ ചവിട്ടി തൊട്ട് മുകളിൽ ഗ്ലാസ് ഇട്ട ആ സ്പേസ് കണ്ടില്ലേ? തൊട്ട് മുകളിൽ, അതായത് എൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ ഈ കൈ ചൂണ്ടുന്നേരം അവിടെയാണ് 209-ാമത്തെ റൂം. നവാസ് അവിടെയാണ്, ആ റൂമിലാണ് താമസിച്ചത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഈ കാറ് കിടക്കുന്നത് നവാസിന് കാണാം. ഈ നവാസ് 6:15 ഏകദേശം നവാസിൻ്റെ കൂട്ടുകാരനും 6:15 ആയപ്പോഴാണ് മുട്ടിയുരുമ്പിയാണ് ഈ സ്റ്റെയർ കടന്ന് മുകളിലേക്ക് ചെന്നതെന്നാണ് പറഞ്ഞത്. ഏകദേശം 8:15 ആ ഫ്രണ്ട് ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇന്നോവ കാറിന് തന്നെ, അതായത് നവാസും തൻ്റെ ഫ്രണ്ടും കൂടി വന്ന ആ ഇന്നോവ കാറിന് തന്നെ പുറത്തേക്ക് പോയി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഈ കാണുന്നത് ശരവണ വൃന്ദാവൻ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഓൾറെഡി ഫോൺ വിളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്, ഇവിടെ ഈ റൂം എടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അവിടുന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. തൊട്ടടുത്ത് OM ശരവണ ഭവൻ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. എന്താണേലും പ്രിയരെ, വളരെയധികം ദുരൂഹതകളാണ് നിഴലിക്കുന്നത്. ചോദിക്കുന്ന കാര്യങ്ങൾക്കും പറയുന്ന കാര്യങ്ങൾക്കും വളരെയധികം ഒരു അന്തരമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ മരണത്തിൽ വളരെയധികം ദുരൂഹതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഈ CCTV ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാമായിരിക്കും ഈ കൂട്ടുകാരന് എന്തുകൊണ്ടാണ് മുട്ടിയുരുമ്മിപ്പോയ ഈ കൂട്ടുകാരന് എന്തുകൊണ്ടാണ് 8:15 ഈ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയേ എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും അന്വേഷിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. പ്രിയരെ, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.